പ്രായമേറുന്തോറും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ ശരീരഭാഗങ്ങളാണ് ജോയിൻറ്റുകൾ അഥവാ സന്ധികൾ. നമ്മുടെ കാൽമുട്ടുകളും കൈമുട്ടുകളും ഇടുപ്പും ഒക്കെ. ഇവയുടെ ശരിയായ സുഗമമായ പ്രവർത്തനത്തിന് നമ്മുടെ ശരീരഭാരം ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ആവശ്യത്തിന് വ്യായാമം ചെയ്യണം, ശരിയായ ആഹാരക്രമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം നല്ല വിശ്രമവും കൊടുക്കണം. പക്ഷെ എല്ലാവർക്കും എല്ലാ കാലത്തും നന്നായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ യോഗ പ്രാക്ടീസ് നമ്മുടെ സന്ധികൾ അഥവാ ജോയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ലളിത വ്യായാമങ്ങളാണ്. ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന സമയം ഒഴിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ദിവസം മുഴുവനും ശരീരത്തിൽ മുഴുവനും നല്ല ഊർജ്ജസ്വലമായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനർജി പ്രവാഹം സാധ്യമാക്കാനായിട്ട് ഈ പ്രാക്ടീസ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് പരിശീലനത്തിന് തയ്യാറാകാം. നിശ്ചലമായി നിന്ന് ശാന്തമായി മെല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും പ്രപഞ്ച ചൈതന്യം നമുക്ക് നിറയ്ക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന മൂവ്മെൻറ്റ് നമ്മുടെ കഴുത്തിലെ കശേരുക്കളെ അയവുള്ളതാക്കാനും കഴുത്തിലെ ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റാണ്. അതിന് താടി മെല്ലെ തൊണ്ടക്കുഴിയിലേക്കോ അല്ലെങ്കിൽ നെഞ്ചിലേക്കോ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ താടി മുകളിലേക്ക് ഉയർത്തുക, തൊണ്ട തുറക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് കൊണ്ടുവരിക. ഇത് തന്നെ പലതവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് വരിക, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക. ഇനി നമുക്ക് വശങ്ങളിലേക്ക് ചെയ്യാം. അതിന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് ചെവി വലത് ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. അതിന് ശ്വാസം എടുത്ത് മുകളിൽ വന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് വശത്തോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോൾഡർ മസിൽസ് മുകളിലേക്ക് ഉയർത്തി ടെൻഷൻ ആവരുത്. ചെവികൾ ഷോൾഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പരമാവധി നമ്മുടെ കഴുത്തിന് സ്ട്രെച്ചിങ് കിട്ടും. ഇനി ചെയ്യുന്നത് നമ്മൾ വശങ്ങളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഷോൾഡേഴ്സ് ചലിപ്പിക്കാതെ മുഖം മാത്രം വലത്തോട്ട് തിരിച്ച് വലത്ത് വശത്തേക്ക് നോക്കുക. അത് കഴിഞ്ഞ് ശ്വാസം എടുത്ത് മുമ്പോട്ട് വന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ ഇടത് വശത്തേക്ക് നോക്കുക. ഇത് തന്നെ ആവർത്തിക്കുക. ഓരോ തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിലൂടെ പിന്നിലേക്ക് നോക്കുന്നത് പോലെ അത്രയും നന്നായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. മറ്റ് ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ അതിന് ഷോൾഡേഴ്സ് മുകളിലേക്ക് ഉയർത്തി മുമ്പോട്ട് കൊണ്ടുവന്ന് പിന്നെ താഴോട്ടാക്കി പിന്നെ പിന്നിലേക്ക് കൊണ്ടുപോവുക. ഇത് തന്നെ ഒരു 4-5 തവണ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലേക്ക് കൊണ്ടുവന്ന് പിന്നിലേക്ക് പോയി താഴോട്ട് കൊണ്ടുവന്ന് പിന്നെ മുമ്പോട്ട് കൊണ്ടുവരിക. അതും ഒരു 4-5 തവണ ചെയ്യുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. ഇനി കൈകൾ രണ്ട് മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് ഷോൾഡർ ലെവലിൽ വെച്ചിട്ട് കൈ വിരലുകൾ നന്നായിട്ട് മുറുക്കി അടയ്ക്കുകയും നന്നായിട്ട് നിവർത്തി തുറക്കുകയും ചെയ്യുക. ഇത് കുറേ തവണ ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ മുഴുവനും രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ കൈവിരലുകളിലെ സന്ധികളൊക്കെ നന്നായിട്ട് അയവുള്ളതായിട്ട് തീരുകയും ചെയ്യും. അത് കഴിഞ്ഞ് കൈകൾ മുഷ്ടി ചുരുട്ടി നല്ല മുറുക്കി പിടിച്ചിട്ട് നമ്മുടെ കൈക്കുഴ റിസ്റ്റിനെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം ക്ലോക്ക് വൈസിൽ 5-6 തവണ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ മറുവശത്തേക്കും ചെയ്യുക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴേക്ക് കൈക്കുഴ മാത്രം മൂവ് ചെയ്ത രീതിയിൽ നമ്മുടെ മുഷ്ടി മാത്രം ചലിപ്പിക്കുക. ബാക്കി കൈയുടെ ഭാഗങ്ങൾ നിശ്ചലമാക്കി നിർത്തിയിട്ട് ചെയ്യുക. ഇനി കൈമുട്ടുകളെ ചലിപ്പിക്കാനായിട്ട് കൈപ്പത്തികൾ ആകാശത്തേക്ക് തുറന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈപ്പത്തി കൊണ്ട് നമ്മുടെ ഷോൾഡേഴ്സിന് തൊടുക. അപ്പോഴേക്ക് കൈമുട്ട് മുമ്പോട്ട് പോയിൻ്റ് ചെയ്യും. ഇതിന് ശ്വാസം എടുത്ത് മുമ്പോട്ടാക്കുക. ഇത് തന്നെ ആവർത്തിക്കുക. ശ്വാസം എടുത്ത് കൈ നിവർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ട് കൈമുട്ടുകൾ മടക്കുക. ഇനി ഷോൾഡർ ജോയിൻസ് മൂവ് ചെയ്യാനായിട്ട് കൈപ്പത്തികൾ ഷോൾഡറിൽ വെച്ചിട്ട് കൈമുട്ടുകൾ കൊണ്ട് വട്ടം വരയ്ക്കുക. പലതവണ മുന്നിലോട്ട് ചലിപ്പിച്ചിട്ട് പിന്നെ പിന്നിലേക്ക് ചലിപ്പിക്കുക. ഈ സമയത്തൊക്കെ നന്നായിട്ട് ശാന്തമായിട്ട് ശ്വസിക്കാനായിട്ട് മറന്നു പോകരുത്. ശ്വാസോച്ഛ്വാസമാണ് പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട വ്യായാമം. ഇത് കഴിഞ്ഞ് കൈകളൊന്ന് റിലാക്സ് ചെയ്ത് കൈകളൊക്കെ ഒന്ന് വീശി
എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കൈകളിലോ ഷോൾഡേഴ്സിലോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ വിടുവിക്കുക. ഇനി കൈകൾ മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് ഷോൾഡർ ലെവലിൽ വെച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നന്നായിട്ട് നെഞ്ച് തുറക്കുക. കൈകൾ പിന്നിലേക്ക് വിരിച്ച് താടി തുറന്ന് നന്നായിട്ട് നെഞ്ച് തുറക്കുക. അത് കഴിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുമ്പോട്ട് കൊണ്ടുവന്ന് മുഖം കൈകൾക്കിടയിലാക്കി നമ്മുടെ അപ്പർ ബാക്ക് തോൾ പലകകൾ നന്നായിട്ട് തുറക്കുക. ഇതിനെ ആവർത്തിക്കുക. ശ്വാസം നന്നായിട്ടെടുത്ത് നെഞ്ച് തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ അടയ്ക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ അടയ്ക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പരമാവധി തവണ ആവർത്തിക്കുക. അതിന് കാരണം നമ്മുടെ നെഞ്ചും അപ്പർ ബാക്കും നട്ടെല്ലും ഷോൾഡേഴ്സും ഒക്കെ തുറക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശ്വസനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഇത് പരമാവധി തവണ ചെയ്യുക. ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിശ്രമിച്ചിട്ട് വീണ്ടും തുടരുക. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസാണ്. കഴിയുന്നുവെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു വ്യായാമമാണത്. ഇനി വശങ്ങളിലേക്കുള്ള സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ അതിന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കൈ ഉയർത്തി ഇടത് വശത്തേക്ക് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കൈ താഴ്ത്തി അതേസമയം ഇടത് കൈ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് വലതുവശത്തേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഓർക്കുക, നമ്മൾ മുകളിലേക്ക് ഉയർന്നു വരുമ്പോഴേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്ക് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇത് ആവർത്തിക്കുക. നന്നായിട്ട് ശ്രദ്ധയോടെ ബ്രീത്ത് ചെയ്തുകൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രാണായാമവും ചെയ്യുന്നു, അതായത് ശ്രദ്ധാപൂർവ്വമുള്ള ബ്രീത്തിങ് കൂടെ ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ശരീരവും മനസ്സും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോഴാണ് ശരിക്കും യോഗ പ്രാക്ടീസായിട്ട് മാറുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സ് നിലനിൽക്കൂ. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജീവിതം ആനന്ദത്തോടെ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് കാൽപാദങ്ങൾ നമ്മുടെ ഇടുപ്പിൻ്റെ അകലത്തിൽ നിന്ന് കുറച്ച് കൂടെ തുറന്നു വെച്ച് കാൽമുട്ടുകൾ ചെറുതായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് കൈകൾ ശരിക്ക് ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് അയച്ചിട്ടിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഒരു സ്പ്രിങ് പോലെ ചലിക്കുക. വളരെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് ചലിക്കുക. നമ്മുടെ നട്ടലിലെ എല്ലാ കശേരുക്കളെയും ചലിപ്പിക്കുന്ന, കശേരുക്കളെ കണക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ വേർട്ടിബ്രയെ കണക്ട് ചെയ്യുന്ന കുഞ്ഞു മസിലുകളെയൊക്കെ ചലിപ്പിച്ച് മുഴുവൻ നട്ടലിലുമുള്ള ടെൻഷനെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചലനമാണിത്. അപ്പോൾ ശരിക്കും കണ്ണുകൾ അടച്ച് ആസ്വദിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇത് വളരെ സോഫ്റ്റായിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ചലനങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. ബ്രീത്ത് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് പരമാവധി സമയം ഇത് ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ, അത് ആരോഗ്യകരമായാലും സന്തോഷകരമായ കാര്യങ്ങളായാലും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് വളരെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, മുമ്പോട്ട് വന്ന് റിലാക്സ് ചെയ്യുക. മുട്ടുകൾ വീണ്ടും ചെറുതായിട്ടൊന്ന് മടക്കി കൈപ്പത്തികൾ നമ്മുടെ തുടകളിൽ മേൽ വച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ മുമ്പോട്ട് മടങ്ങുക. കൈപ്പത്തികൾ കാൽപാദങ്ങളിൽ എത്തിക്കഴിയുമ്പോഴേക്ക് കാൽമുട്ടുകൾ പരമാവധി നിവർത്താനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാൽമുട്ടുകൾ മടക്കി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മെല്ലെ നിവർന്ന് വന്ന് പിന്നിൽ സപ്പോർട്ട് ചെയ്ത് അരക്കെട്ട് മുമ്പോട്ട് പുഷ് ചെയ്ത് നെഞ്ച് തുറന്ന് സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് മുട്ടുകൾ മെല്ലെ മടക്കി കൈകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവന്ന് കാൽപാദങ്ങളിൽ തൊട്ട് ഇതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. ഇത് നമുക്ക് പലതവണ ആവർത്തിക്കാം. മുമ്പോട്ട് മടങ്ങുന്നതും പിന്നിലേക്കായുന്നതും നമ്മുടെ ശരീരത്തിന് അതിപ്രധാനമായ ഒരു ചലനമാണ്. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട മറ്റൊരു ചലനമാണിത്. അതിന് പ്രധാന കാരണം അത് നമ്മുടെ കംപ്രസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നട്ടെല്ലിൻ്റെ കശേരുക്കളെയൊക്കെ ഡീകംപ്രസ് ചെയ്ത് നട്ടെല്ലിനെ കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് കൂടുതൽ ശരീരത്തിന് കൂടുതൽ ഊർജ്ജസ്വലമാക്കി ശരീരത്തിൻ്റെ യൗവനത്തെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമമാണിത്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യുക. 2-3 ആഴ്ച ഇത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ നന്നായിട്ട് മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഏത് വിധത്തിലുള്ള എക്സസൈസ് ചെയ്തിരുന്നാലും ഈ 2 ചലനവും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അത് നന്നായിട്ട് ശ്രദ്ധയോടെ ബ്രീത്തിങ് ചെയ്ത് തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്ത് തന്നെ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഗുണം, ഇരട്ടി ഫലം നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇടുപ്പിനുള്ള എക്സസൈസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കാൽപാദങ്ങൾ ഒരുമിച്ച് വെച്ച് വലത് കാലുയർത്തി കാൽമുട്ട് മടക്കി മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് കാൽമുട്ട് വലത് വശത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ പലർക്കും ഒരു കാലിൽ ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഇടത് കൈ കൊണ്ട് ചുവരിലോ കസേരയിലോ ഏതെങ്കിലും മരത്തിലോ എന്തിലെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ മറ്റേ കാര്യം ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് തുറക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ട് മുമ്പോട്ട് കൊണ്ടുവരിക. വേണമെങ്കിൽ ഇപ്പോൾ വലത് കൈ കൊണ്ട് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇനി നമ്മൾ ഹിപ്പ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വലത് കാൽമുട്ട് മടക്കി മുകളിലേക്ക് ഉയർത്തിയിട്ട് ക്ലോക്ക് വൈസിൽ വട്ടം വരയ്ക്കുക. അത് കഴിഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ കാലിലും ചെയ്യുക. ഇടത് കാല് ഉയർത്തി ഇടത്തോട്ട് ക്ലോക്ക് വൈസിൽ 4-5 തവണ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 4-5 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇനി കാൽമുട്ടിനുള്ള മൂവ്മെൻ്റാണ്. നമ്മുടെ കാൽപാദം മുമ്പോട്ടും പിന്നിലോട്ടും ചലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാൽപാദം കൊണ്ട് തറയിലോട്ട് വട്ടം വരയ്ക്കുക. ആദ്യം ക്ലോക്ക് വൈസിൽ വട്ടം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തുട അനങ്ങാതെ നമ്മുടെ ലോവർ ലെഗ് മാത്രം ചലിക്കും. ഇതുപോലെ തന്നെ ഇടത് കാലിലും ആവർത്തിക്കുക. ഇടത് കാലം ഉയർത്തി മുട്ടിനോടൊന്ന് മടക്കി പെൻഡുലം പോലെ മുമ്പോട്ടും പിന്നിലേക്ക് ആദ്യം ചലിപ്പിക്കുക. ഒരു 4-5 തവണ ചലിപ്പിച്ചിട്ട് പിന്നെ ക്ലോക്ക് വൈസിൽ വട്ടം വരയ്ക്കുക. അത് കഴിഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസിൽ വട്ടം വരയ്ക്കുക. അപ്പോൾ തുടയുടെ ഭാഗം അനങ്ങാതെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ആംഗിളിനുള്ള മൂവ്മെൻ്റാണ്. അപ്പോൾ അതിന് വലത് കാലം മുമ്പോട്ടാക്കി ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിവർത്തുക, ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിലേക്ക് ആക്കുക. അതിനൊരു 4-5 തവണ ചെയ്യുക. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ മറ്റേ കാലിലും ചെയ്യുക. ഇനി നമ്മൾ ആംഗിൾ റൊട്ടേഷനാണ് ചെയ്യുന്നത്. അതിന് വലത് കാലം മുമ്പോട്ട് പോയിന്റ് ചെയ്ത് തള്ള വിരലുകൊണ്ട് വായുവിൽ ക്ലോക്ക് വൈസിൽ വട്ടം വരയ്ക്കുക. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലും ചലിപ്പിക്കുക. പിന്നെ അത് ഇടത് കാലിൽ ചെയ്ത് കൊടുക്കുക. ഇരുവശത്തേക്കും വട്ടം വരയ്ക്കുക. ആദ്യം ഒരു 5 തവണ വലത്തോട്ടും പിന്നെ ഒരു 5 തവണ ഇടത്തോട്ടും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്യായാമം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അത്രയും നേരം ശവാസനത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളൊരു ഷോർട്ട് പ്രാക്ടീസ് ആയത് കാരണം ഇന്നങ്ങനെ ശവാസനം ഗൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ശവാസനം പ്രാക്ടീസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിശ്ചലമായി കിടന്ന് ശരീരം മുഴുവനും അയച്ചിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. മെല്ലെ നെഞ്ചിൻ കൂടും വയറും ഒക്കെ ഉപയോഗിച്ച് മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവകാശം പരമാവധി സമയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പരമാവധി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് തന്നെ ആവർത്തിക്കുക. ഒരു 10, 15, 20, 30 തവണ ആവർത്തിക്കുക. ഇത് തന്നെ നമ്മുടെ ശരീരം മുഴുവനും എനർജൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ശാന്തമാക്കാനും സഹായിക്കും. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ ശ്രദ്ധിച്ച് ബ്രീത്ത് ചെയ്തതിന് ശേഷം പിന്നെ കുറേ സമയം സ്വാഭാവികമായിട്ടുള്ള ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ച് കുറേ നേരം ശവാസനത്തിൽ കിടക്കുക. ഒട്ടും വിപ്രാളമില്ലാതെ ശാന്തമായിട്ട് സാവകാശം ശ്വാസോച്ഛ്വാസം ചെയ്യുക. എത്ര ശാന്തമായിട്ട് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നോ അത്രയും ഗുണം
നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകും. നമ്മുടെ ശരീരത്തിനും പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിനും പരമപ്രധാനമായിട്ട് വേണ്ട എനർജി എന്ന് പറയുന്നത് ആഹാരത്തെക്കാളും വെള്ളത്തെക്കാളും ശുദ്ധ പ്രാണനാണ്. അപ്പോൾ അത് പരമാവധി നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നല്ല തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്താണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം അനുഭവിക്കാനായിട്ട് പറ്റും. ഇനി ശവാസനത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്ക് കാലുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കൈകൾ പിന്നിലേക്കാക്കി കൈവിരലുകൾ കോർത്ത് നന്നായിട്ട് ദീർഘമായി ശ്വാസം എടുത്തിട്ട് ശരീരം മുഴുവൻ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വലതുവശത്തോട്ട് തിരിഞ്ഞ് കൈകളുടെ സഹായത്താൽ ഉണർന്നിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ധ്യാനിക്കാനുള്ള സമയമുണ്ടെങ്കിൽ, അതിനുള്ള അവസരമുണ്ടെങ്കിൽ സ്വസ്ഥമായിരുന്ന് പരമാവധി സമയം ധ്യാനത്തിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല സമയക്കുറവുണ്ടെങ്കിൽ പരിശീലനം ഇവിടെ നിർത്താം. ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് പ്രപഞ്ചത്തോടും നമ്മോട് തന്നെയും നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. നമുക്കിനി അടുത്ത പ്രാക്ടീസിൽ കാണാം. വളരെ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ദിവസം നേരുന്നു. നമസ്തേ.